Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് Adobe Premiere Pro ഉപയോഗിച്ച് ഒരു ലോഗോ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ Adobe Premiereഉം അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സും ഉപയോഗിച്ചിട്ട് ഒരു ലോഗോ ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ വരും. ആദ്യത്തെ ഒരാൾക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു Adobe Premiereൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ലോഗോ ഇൻട്രോ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഓരോ ഫയലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരിക. ഇതിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 അങ്ങനെ 15ഓളം ലോഗോസ് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതും ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. അഗൈൻ ഡൗൺലോഡ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഈ ഫയൽ ഡൗൺലോഡ് ആവും. ഓക്കെ, എല്ലാം ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 15ഓളം ഫയലുണ്ട്. അതും നല്ല HD ക്വാളിറ്റിയാണ്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോഗോസുമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലോഗോ മാത്രം ഒന്ന് റീപ്ലേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ ഷോ ഇൻ ഫോൾഡർ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ എക്സ്ട്രാക്റ്റ് കൊടുത്തു. നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഫയൽ നമ്മൾ ജസ്റ്റ് റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് Adobe Premiere Pro കൊടുക്കുക. ഓക്കെ, ഇത് 2014 വേർഷനിൽ ചെയ്തതാണ്. അപ്പോൾ അതിന് എബോ വരുന്ന എല്ലാ സോഫ്റ്റ്വെയർസിലും ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഗ്രീൻ ലോഗോ കാണുന്നിടത്ത് നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യണം. അത്രേ ഇതിന് നമുക്ക് പണി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഈ കാണുന്ന ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ലോഗോ കാണാൻ കഴിയും. നമുക്ക് കൊടുക്കേണ്ട ലോഗോ PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ Ctrl+I കൊടുത്തിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ഫയലിൽ ഓപ്ഷനുണ്ട് ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോഗോ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ലോഗോ സെലക്ട് ചെയ്യുക. PNG ഫയലായിരിക്കണം. ഓക്കെ, ഇനി ഈ ഫയൽ നമ്മൾ ഈ ലോഗോമ്മ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗോയുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ടൈം ലൈനിൽ നമ്മൾ കറക്റ്റ് മറ്റേ ലോഗോയുടെ ടൈം ലൈനിൽ ഏതുവരെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുവരെ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം ഇത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലോഗോ സെലക്ട് ചെയ്തിട്ട് സെയിം ലെയറിലോട്ട് വലിച്ചിടുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. ഇതുവരെ ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലോഗോയുടെ സൈസ് വലുതാണ്. ഇത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഫക്റ്റ് കൺട്രോളിൽ പോവുക. ഈ ലെയർ സെലക്ട് ആയിരിക്കണം. അതിനുശേഷം എഫക്റ്റ് കൺട്രോളിൽ പോയിട്ട് ഈ സ്കെയിൽ 100% ഉള്ളത് നമ്മൾ മൗസ് ക്ലിക്ക് ഹാർഡായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുതും ചെറുതും ആവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്ന് സ്കെയിൽ ചെയ്യാം. എത്രത്തോളം സ്കെയിൽ ചെയ്യണോ അതിനനുസരിച്ചിട്ട് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എമൗണ്ട് അടിക്കാം. ഇപ്പോൾ അവിടെ 24 വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 24 എന്ന് ഞാൻ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈസ് അറിയണം, എത്ര സൈസാണ് വേണ്ടതെന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമ്മൾ
ഇവിടെ റെൻഡറിൽ വരിക. ഇപ്പോൾ നമ്മളിതിൽ നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഇതൊന്ന് റെൻഡർ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവും. നമുക്കിതൊന്ന് റെൻഡർ ചെയ്തിട്ട് അതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫയൽ റെൻഡർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെൻഡറിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ അവിടെ പ്ലേസ് ആയി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് 15ഓളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകളിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ജസ്റ്റ് ഫ്രീ ടെംപ്ലേറ്റ് ഫോർ അഡോബ് പ്രീമിയർ പ്രോ എന്ന് അടിച്ചാൽ മതി, നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് റെൻഡർ ചെയ്തിട്ട് ഔട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക, അതിൽ മീഡിയ കൊടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് Ctrl+M പ്രസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റെൻഡർ സെറ്റിങ്സിൽ വന്നിട്ട് H.264 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കസ്റ്റം, ഞാനിവിടെ ഓൾറെഡി കസ്റ്റമിൽ വന്നിട്ട് ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളത്, ഓക്കെ, അതുപോലെ തന്നെ HD ഉണ്ട്, 4K ഉണ്ട്. HD 4K. അപ്പോൾ നമുക്ക് രണ്ടും വേണമെങ്കിൽ രണ്ടും, പക്ഷേ സൈസ് കൊടുക്കും, അതുപോലെ തന്നെ റെൻഡറിങ് ടൈമും കൂടും. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഫുൾ HDയിലാണ് റെൻഡർ ചെയ്യുന്നത്. സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് MB വന്നിട്ടുള്ളത് 28 MB ആണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, യൂസ് മാക്സിമം റെൻഡർ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ ചൂസ് ചെയ്യാം, എങ്ങോട്ടാണ് ഇത് റെൻഡർ ആവേണ്ടത്. ഞാനിതിപ്പോൾ അപ്ലോഡ്സിൽ തന്നെ കൊടുക്കുന്നത് റെൻഡർ ലോഗോ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റെൻഡർ ചെയ്യാം. സേവ് കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റെൻഡറിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈ കമ്പ്യൂട്ടറിൽ പോവാം. റെൻഡർ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഔട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.